നമസ്കാരം. ഒടുവിലെല്ലാം പാകിസ്ഥാനും സമ്മതിച്ചു തുടങ്ങിയാണ്. റാവൽപിണ്ടിക്കടുത്തുള്ള നൂർഖാൻ വ്യോമതാവളം ഇന്ത്യ ആക്രമിച്ചെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സമ്മതിച്ചു. 10-ാം തീയതി പുലർച്ചെ 2:30 നൂർഖാൻ താവളത്തിലും മറ്റ് ചില സൈനിക കേന്ദ്രങ്ങളിലും ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചുവെന്ന് കരസേനാ മേധാവി അസീം മുനീർ തന്നെ അറിയിച്ചുവെന്നാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സ്ഥിരീകരിക്കുന്നത്. ഇതാദ്യമായാണ് തങ്ങളുടെ വ്യോമതാവളങ്ങളിൽ മിസൈൽ പതിച്ചുവെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നത്. ബ്രഹ്മോസ് ആണ് നാശനഷ്ടം ഉണ്ടാക്കിയതെന്നാണ് സൂചന. അർദ്ധരാത്രിയിലും പാകിസ്ഥാനിൽ സൂര്യൻ ഉദിച്ചുവെന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയെ ശരിവെക്കുക കൂടിയാണ് പാക് പ്രധാനമന്ത്രി. കനത്ത നാശനഷ്ടമാണ് ഇതിലൂടെ പാക് സൈന്യത്തിനുണ്ടായത്. പാകിസ്ഥാനുമായുള്ള സംഘർഷ സമയത്ത് ഇന്ത്യൻ സേന തകർത്തത് 600 പാക് ഡ്രോണുകളാണ്. 4-5 പാക് ഡ്രോണുകൾക്ക് മാത്രമാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ വെട്ടിക്കാനായത്. ജനവാസ കേന്ദ്രങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചു. അവയെല്ലാം ഇന്ത്യൻ സേന തകർത്തു. ഡ്രോണുകളിൽ മുൻതൂക്കമുണ്ടെന്ന പാക് അവകാശവാദം പൊളിച്ചെന്നാണ് സേനാ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നത്. ഇതിനൊപ്പമാണ് റാവൽപിണ്ടി ആക്രമണത്തിന്റെ സ്ഥിരീകരണവും. എല്ലാ അർത്ഥത്തിലും പഹൽഗാമിൽ ഇന്ത്യ പ്രതികാരം വീട്ടിയെന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിർത്തി സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികളും സുരക്ഷയും വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. ഇന്ത്യ പാക് അതിർത്തിയായ അട്ടാരി വാഗ ബോർഡർ വഴി കൂടുതൽ അഫ്ഗാൻ ചരക്ക് വാഹനങ്ങൾ കടത്തിവിട്ടു. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെയാണ് ചരക്ക് നീക്കം. 23 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അട്ടാരി വാഗ ബോർഡർ തുറന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഡ്രൈ ഫ്രൂട്ട്സുമായി എത്തിയ 8 ട്രക്കുകളാണ് അതിർത്തി വഴി ഇന്ത്യയിലേക്ക് എത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതി പ്രകാരമാണ് നടപടി. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ 150ഓളം ചരക്ക് ലോറികൾ ലാഹോറിനും വാഗയ്ക്കുമിടയിൽ കുടുങ്ങിയിരുന്നു. വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നതോടെയാണ് അഫ്ഗാൻ ചരക്ക് വാഹനങ്ങൾക്ക് മാത്രമായി അതിർത്തി തുറന്നത്. ഏപ്രിൽ 24 മുതൽ അട്ടാരി അതിർത്തിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ഈ ട്രക്കുകൾ. കരയിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തിന് മാത്രമാണ് അനുമതിയെന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നെത്തിയ 8 ട്രക്കുകൾ മാത്രമാണ് അതിർത്തി കടന്നതെന്നുമാണ് അധികൃതർ വിശദമാക്കുന്നത്. ഇന്തോ ഫോറിൻ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് BK ബജാജ് ട്രക്കുകൾ അതിർത്തി കടന്നതായി സ്ഥിരീകരിച്ചു. തീരുമാനത്തിൽ ആശ്വാസമെന്നാണ് BK ബജാജ് ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പ്രതികരിച്ചത്. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ സർക്കാരുകളോട് നന്ദി രേഖപ്പെടുത്തുന്നതായി BK ബജാജ് വിശദമാക്കി. ഏപ്രിൽ 22-ന് 26 പേർ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പാകിസ്ഥാനെതിരെ കർശന നിയന്ത്രണങ്ങളാണ് ഇന്ത്യ ചുമത്തിയത്. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇന്ത്യയുമായുള്ള വ്യാപാരബന്ധം പാകിസ്ഥാൻ നിർത്തിയത്. ഇസ്ലാമാബാദിലെ അഫ്ഗാൻ എംബസിയുടെ ഇടപെടലിന് പിന്നാലെയാണ് ട്രക്കുകൾക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ അനുവാദം നൽകിയത്. ഏപ്രിൽ 25-ന് മുൻപ് പാകിസ്ഥാനിലെത്തിയ ട്രക്കുകളാണ് നിലവിൽ അതിർത്തി കടക്കുന്നത്. അതിനിടെ ഇന്ത്യയുമായി സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ തയ്യാറാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ പഞ്ചാബ് പ്രവിശ്യയിലെ കംറ എയർബേസ് സന്ദർശനത്തിനിടെ ഇന്ത്യയുമായുള്ള സമീപകാല സൈനിക ഏറ്റുമുട്ടലിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുമായും സൈനികരുമായും സംസാരിക്കവെയാണ് ഷഹബാസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സമാധാനത്തിനായി ഞങ്ങൾ ഇന്ത്യയുമായി സംസാരിക്കാൻ തയ്യാറാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. സമാധാനത്തിനുള്ള വ്യവസ്ഥകൾ കശ്മീർ വിഷയം ഉൾപ്പെടുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ശക്തമായ തിരിച്ചടിക്കെതിരെ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് സാധിച്ചില്ലെന്ന് ലോകരാജ്യങ്ങളും വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിനെ തങ്ങൾ വലിയ രീതിയിൽ പ്രതിരോധിച്ചു എന്നായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം. സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അറിയിച്ച അനുരഞ്ജന ശ്രമങ്ങൾ തുടങ്ങുമ്പോൾ ഈ അവകാശവാദവും പൊളിയുകയാണ്. റാവൽപിണ്ടിയിലെ ആക്രമണം സ്ഥിരീകരിക്കേണ്ടി വന്നതും ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. 4 ദിവസത്തെ അതിർത്തി കടന്നുള്ള തീവ്രമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം സംഘർഷം അവസാനിപ്പിക്കാൻ മെയ് 10-ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ധാരണയിലെത്തുകയായിരുന്നു. പാകിസ്ഥാന്റെ അഭ്യർത്ഥന ഇന്ത്യ അംഗീകരിക്കുകയായിരുന്നു.